പണി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കെട്ടിയോൻ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ട് എന്നോട് പറയാം ഇത് അന്ന് ഉണ്ടാക്കിയില്ല അതിനോ ഒരു ചിക്കൻ കറി ചിക്കനൊക്കെ പൊരിച്ചിട്ട് അതേപോലത്തെ ചിക്കൻ കറി ഉണ്ടാക്കിട്ടോന്ന്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ അങ്ങനത്തെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിക്കണോന്ന് വരെ എനിക്ക് ഡൗട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൂപ്പർക്ക് ഇന്ന് അടുക്കളയിൽ കയറാനോ കുക്ക് ചെയ്യാനുള്ള മൂഡില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ കുറേ കാലമായല്ലോ ഇവരെ കാണാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ അതാ ചിക്കനൊക്കെ കഴുകിയതിൻ്റെ ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് സുർക്കയും കൂടി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ഉള്ളി എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് നന്നാവാൻ പോണില്ല. നമ്മളെന്തായാലും കത്തി എടുത്തിട്ട് അത് നന്നാക്കിയാൽ തന്നെ നന്നാവുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ അമിതാവേശം കാരണം എൻ്റെ ചോപ്പറിൻ്റെ വള്ളി വരെ അറ്റിക്കണം. അപ്പം ഇനി ഉള്ളി അരിയല്ലാതെ രക്ഷയല്ല. അതിൻ്റെ ശേഷം പിന്നെ ചിക്കനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ പൊരിച്ചെടുത്ത എണ്ണയ്ക്ക് തന്നെ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും തക്കാളി ഒരിത്തിരി പഞ്ചസാരയും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി പിന്നെ എന്താ ചിക്കൻ മസാലയും കൂടി ഇടുക. ഗരം മസാല എന്തായാലും ഇവിടെ കാലിയാക്കിയ പാക്കിനിട്ട് വെച്ചീന്, അതുകൊണ്ട് അത് മാത്രം ഇട്ടിട്ടില്ല. പിന്നെ ഉപ്പിടാൻ പറഞ്ഞതുകൊണ്ട് ലാസ്റ്റാണ് കേട്ടോ ഉപ്പിട്ട്. പിന്നെ പപ്പടം കൂടിയും പൊരിച്ച് ചോറുന്നു.